ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ടോ അല്ല കുറേ ആഴ്ചകളായെന്ന് പറയാം ഒന്നിന് പുറകെ നടക്കുകയായിരുന്നു. അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ഒരു അടിപൊളി കറി വെക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല കേട്ടോ. ഒടുവിൽ ആ സാധനം ഞാൻ എനിക്ക് അടിപൊളി കറി വെച്ച് കൂട്ടണം എന്ന് വിചാരിച്ച ആ സാധനം എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഉച്ചയൂണാണേ. അതിൽ ഒരു സ്പെഷ്യൽ കറിയുണ്ട് കേട്ടോ. ആ ഉച്ചയൂണിൽ സ്പെഷ്യൽ കറി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യം തന്നെ അരിയല്ലേ അടുപ്പത്തിടുന്നേ. അപ്പം അരി കഴുകി തീയെല്ലാം കത്തിച്ച് കലാക്കടുപ്പത്ത് വെച്ചു, വെള്ളമൊക്കെ വെച്ചു, അതിലേക്ക് അരി കഴുകി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ അതവിടെ കിടന്നിട്ട് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാൻ വെക്കണ്ടേ, അതെന്താണെന്ന് അറിയണ്ടേ. ഞാനൊരു കടയിൽ നിന്ന് കഴിച്ചായിരുന്നു. അപ്പം എനിക്ക് അതുപോലെ തന്നെ വെക്കണം, അതുപോലെ തന്നെ കൂട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷേ നമ്മളെ മാർക്കറ്റിൽ വരുമ്പോഴേക്കും അത് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മോഹനേട്ടനോട് പറയും, മോഹനേട്ട അത് കിട്ടുകയാണെങ്കിൽ വാങ്ങണേ. ഇവിടെ വിനുക്കുട്ടനും ഇഷ്ടമാണ് കേട്ടോ. അത് ചക്കക്കുരു ഇട്ട് വെക്കാം, പരിപ്പിട്ട് വെക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് ആദ്യം തന്നെ എന്താണ്, മത്തൻ അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഞാൻ വെക്കുന്ന കൂട്ടാൻ്റെ കൂടെ വെക്കുന്നതാണ്. നിങ്ങളിങ്ങനെ വെക്കാറുണ്ടോ എന്ന് പറയണം കേട്ടോ. പരിപ്പ് ഞാൻ എന്ത് എഴുതുന്നുണ്ട്, കഴുകി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അടുപ്പത്ത് വെക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഗ്യാസിൽ വെക്കാന്ന്. കണ്ടോ, മത്തൻ ചെറുങ്ങനെ നുറുക്കി അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനേക്കുള്ള അരപ്പാണ് തയ്യാറാക്കുക. എന്നിട്ട് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. വീഡിയോ മുഴുവൻ കാണും, അപ്പം മനസ്സിലാവും. അപ്പം ഞാൻ എന്തൊക്കെയാണ്, 2 പച്ചമുളക്, കുറച്ച് ഉള്ളി, തേങ്ങ, ജീരകം, ഇതൊക്കെ ഈ കറിയിലേക്കുള്ള അരപ്പാണ് കേട്ടോ. മത്തൻ വേവുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് മനസ്സിലായോ, ഞാൻ എന്തുകൊണ്ടാണ് കറി വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നോക്കണേ, ക്ഷമയോടെ ഇരിക്കണം. അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. എന്ത് കറിയാണ് വെക്കാറ്, നിങ്ങൾ എന്ത് കറിയാണ് ഞാൻ വെക്കുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നമ്മുടെ മത്തം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഇതാണ് നമ്മുടെ താരം, പാലക്ക് ചീര. ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പണ്ട് ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ, അത് പോയി. അതിനുശേഷം പാലക്ക് മാർക്കറ്റിൽ വരുന്ന സമയം കൊണ്ട് തന്നെ ഈ പാലക്ക് തീരും. അപ്പം ഞാൻ ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചതായിരുന്നു ഈ പാലക്ക് പരിപ്പും മത്തനൊക്കെ ഇട്ടിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കറി. അതുകൊണ്ടാണ് ഞാൻ എന്ത് വിചാരിച്ചത്, എനിക്ക് വീട്ടിലും ഇത് വെച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസമായിട്ട് ഞാൻ തിരഞ്ഞു നടന്നത് കേട്ടോ. അങ്ങനെ അത് കിട്ടി. ഈ പാലക്ക് സാധാരണ ചക്കക്കുരു ഇട്ടിട്ടും പരിപ്പിട്ടിട്ടും വെക്കാറുണ്ട്, പക്ഷെ മത്തൻ ഇട്ടിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിലേക്ക് മത്തൻ വെന്തപ്പം അതിലേക്ക് പരിപ്പും പിന്നെ ആ പാലക്ക് ഇടും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നുള്ളൂ. നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണ്ടേ. അപ്പം എല്ലാം കൂടെ എന്താണ് ഒന്ന് വേവിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ. കൂട്ടത്തിൽ ഇന്ന് ചോറിൻ്റെ കൂടെ ക്യാബേജ് തോരനും കൂടെയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പം ക്യാബേജ് തോരനും ഈ കൂട്ടാനും ചോറും കൂടെ അടിപൊളി കോംബോ ആണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ കൂട്ടാൻ്റെ ഒരു സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മത്തൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അതാണ് ആ കറീൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. മത്തനൊരു മധുരം ഉണ്ടല്ലോ, പിന്നെ ആ എരിവും എല്ലാം കൂടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും അതെല്ലാം നല്ലോണം ഇതുവാക്കി വന്നപ്പോൾ അരപ്പ് ചേർക്കുകയാണ് കേട്ടോ. ഏകദേശം അതെല്ലാം വെന്ത് വന്നു എല്ലാം ഒന്ന് യോജിച്ച് വന്നപ്പോൾ ഞാൻ അരപ്പ് ചേർത്തു. എൻ്റെ അടുത്ത് കരുവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ട് കരുവേപ്പില ഇടുന്നില്ല. കരുവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അതിലേക്ക് കടുകും മുളകും കരുവേപ്പില ഇല്ലല്ലോ, കടുകും മുളകും വെളിച്ചെണ്ണയിൽ അങ്ങനെ വഴറ്റിയല്ല വറുത്തിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കൂട്ടാൻ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാബേജ് കൊണ്ട് തോരനാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിഞ്ഞ് വെക്കലും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞാൽ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ, ചില സ്ഥലത്ത് കാണാം മഞ്ഞളിടാതെ വെക്കുന്നത് കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ മോഹനേട്ടൻ പറയും എന്ത് വിഷം ഉണ്ടെങ്കിലും നല്ല മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി വിഷമല്ലേ ചോദിക്കേണ്ട കേട്ടോ, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതാണ് ഇടുന്നത്. അപ്പോൾ അതും ഇട്ട് അതിലേക്ക് പിന്നെ ഒന്ന് തേങ്ങയും പച്ചമുളകും
ഉള്ളിയും കൂടെ ചതച്ചിട്ടതും ചേർത്ത് നമ്മുടെ ഉപ്പേരി ഇവിടെ നല്ല ടേസ്റ്റി ഉപ്പേരി കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അതും റെഡിയായി. അങ്ങനെ എന്താണ് കണ്ടില്ലേ, ഉപ്പേരി അവിടെ സെറ്റായിട്ടോ. അങ്ങനെ നല്ല പാലക്ക് കറിയും പാലക്ക് മത്തൻ പരിപ്പ് കറി, കാബേജ് ഉപ്പേരി, ഇതാണ് ഇന്നത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് അപ്പം ഊണ് കഴിക്കാനായിട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പാലക്ക് പരിപ്പ് മത്തൻ കറി കേബേജ് ഉപ്പേരിയും കൂട്ടിയുള്ള ഇന്നത്തെ ഉച്ചയൂണ് അവിടെ റെഡി ആയിട്ട് കേട്ടോ. അതിനൊപ്പം ഞാൻ സാലഡും ഉണ്ട് കേട്ടോ. പിന്നെ കക്കിരിക്കയും ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു സാലഡും. ശരിക്കും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ കറിക്ക് ആ മത്തൻ്റെ മധുരവും പരിപ്പിൻ്റെ കൊഴുപ്പും ചീരയുടെ ഗുണവും എല്ലാം കൂടെ സൂപ്പർ കോമ്പിനേഷൻ, പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും പിന്നെ ഒക്കെ ചെയ്യണം. കൂടാതെ എന്താണ്, ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.